ഞങ്ങൾ ഈ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുണ്ടായത് പ്രശ്നം പോലൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിൽ ഊഹമാണ്, ഊഹം. സതീശനും രമേശനും തമ്മിൽ ഭയങ്കര ഉടക്കായിരിക്കുമല്ലോ. എന്നിട്ട് സങ്കല്പിക്കുകയാണ് വാർത്തകൾ. ഒരു സംഭവമില്ല. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഗ്രൂപ്പുണ്ട്. കേരളത്തിൽ ഗ്രൂപ്പില്ലാത്ത ആദ്യത്തെ CLP ലീഡർ, പ്രതിപക്ഷ നേതാവ് ഞാനാണ്. ശ്രീ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ 3 പേരും കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത കോൺഗ്രസ് അനുഭാവികളുടെയും കോൺഗ്രസ് നിങ്ങളുടെ പാർട്ടി കേഡറിന്റെയും ആഗ്രഹം ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ 3 പേരും കൂടെ ഒരു വളരെ ഒരു ഒറ്റക്കെട്ടായി നിന്ന് ഈ പാർട്ടിയെ 2026 ഇലക്ഷനിൽ ജയിപ്പിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നാണ്. പക്ഷേ ഇതിൽ സതീശൻ പറയാറുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ട് മത്സരിക്കുന്ന രീതി ഞങ്ങൾക്കില്ല, അത് പിന്നീട് തീരുമാനിക്കുന്നതാണെന്നും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഇത്തരം ചില ഭിന്ന താല്പര്യങ്ങളുടെ ഒരു സംഘർഷം ഉണ്ടാവുന്നു. അത് സാധാരണ ആളുകളുടെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏകാഗ്രതയെ കാര്യമായി ബാധിക്കുന്നു എന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചർച്ചയുണ്ട്. അതേക്കുറിച്ച് ഇതൊരു രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. കോൺഗ്രസിലെ കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് ഗ്രൂപ്പുണ്ട്. PT ചാക്കോ സാറിന്റെ, R ശങ്കറിന്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട്. കരുണാകരന്റെയും AK ആന്റണിയുടെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട്, ഇല്ലേ? ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഗ്രൂപ്പുണ്ട്. കേരളത്തിൽ ഗ്രൂപ്പില്ലാത്ത ആദ്യത്തെ CLP ലീഡർ, പ്രതിപക്ഷ നേതാവ് ഞാനാണ്. കോൺഗ്രസ് ഞങ്ങൾ തമ്മിൽ എന്തു വഴക്കാണെന്നാണ്. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, ഏതെങ്കിലും സംഭവം ഞങ്ങൾ തമ്മിൽ പിണക്കുള്ള കാര്യം പറയാൻ പറ്റും. ഞങ്ങൾ ചിലപ്പോൾ ഇരുന്ന് ചിരിക്കും ചില സമയത്ത്. ഞാനൊരു ദിവസം ഞാനും സുധാകരനും തമ്മിൽ പ്രസിഡന്റായിരിക്കും KPC ഓഫീസിലേക്ക്. ഞങ്ങൾ 5 മണിക്കൂറായിട്ട് ഒരു വിഷയം തീർത്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പോൾ ഒരു ചാനൽ ഞാൻ പറയുന്നില്ല, സുധാകരനും സതീശനും തമ്മിൽ സംസാരിച്ചിട്ട് 2 മാസമായിരുന്നു. അപ്പൊ ഞാനത് കണ്ടിട്ട് ഉള്ളി പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് വെറും വാർത്തയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും, ഞാൻ ഇന്നിപ്പോൾ പറയാം, ഞാൻ എൻ്റെ ഫോൺ കാണുന്നത്, ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തലയായിട്ട് ഞാൻ 4 പ്രാവശ്യം സംസാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹം ഇന്ന് വെളുപ്പിനെ പോരേണ്ടതുകൊണ്ട് അദ്ദേഹം നേരത്തെ എന്നിട്ട് വേറെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം ഫോൺ ഓൺ ചെയ്ത് എന്നെ രാത്രി 11:00-ക്കും 12 മണിക്കും വിളിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം 5 മണിക്ക് ട്രെയിനിൽ കയറുകയാണ്. 6:30-ക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. ഇവിടെ വന്നതിന് ശേഷം വിളിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സതീശന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അദ്ദേഹം എൻ്റെ അടുത്ത 3 ദിവസത്തെ പരിപാടി പറയും. ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോകും, മറ്റന്നാൾ കാസർഗോഡാന്ന് പറയും. അദ്ദേഹത്തിന്റെ പരിപാടി ഞാനിപ്പോൾ പറഞ്ഞു. ഞങ്ങൾ അതുപോലെ വേണുമായിരുന്നു, ഞങ്ങൾ KC വേണുപോലെ ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുണ്ടായത് പ്രശ്നം പോലൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിൽ, ഞങ്ങളുടെ കുടുംബങ്ങൾ തന്നെ തമ്മിൽ നല്ല ബന്ധം. ഇത് വെറുതെ എല്ലാ കാലത്തും. പണ്ടൊക്കെ എന്തായിരുന്നു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു വളരെ പൊതുയോഗങ്ങളല്ലായിരുന്നു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഞാൻ പറയുന്നു 50 കൊല്ലത്തിനിടയിൽ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമാണ് കോൺഗ്രസിലെ ഏറ്റവും ശാന്തമായ 4.5 വർഷം. അതിനു മുമ്പ് ആ മനോരമയുടെ പഴയ എഡിഷനൊക്കെ ഒന്ന് എടുത്തു നോക്കും. 2 പേജിലൊക്കെ എന്തൊക്കെയാണ് വാർത്ത. എല്ലാ ദിവസവും വാർത്ത കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ പറ്റി അല്ലായിരുന്നോ? കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. ഇപ്പൊ അങ്ങനത്തെ വല്ല വാർത്തയുണ്ടോ? ഇപ്പൊ ഊഹമാണ്, ഊഹം. സതീശനും രമേശനും തമ്മിൽ ഭയങ്കര ഉടക്കായിരിക്കുമല്ലോ. എന്നിട്ട് സങ്കല്പിക്കുകയാണ് വാർത്തകൾ. ഒരു സംഭവമില്ല. പിന്നെ രാഷ്ട്രീയത്തില് ആളുകള്, രാഷ്ട്രീയത്തിൽ മാത്രമല്ല വ്യക്തികൾക്ക് ആഗ്രഹം ഉണ്ടാകും. ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റും. ആഗ്രഹിക്കില്ലെങ്കിൽ വല്ല സന്യാസത്തിന് പോകാൻ പറ്റും. ആഗ്രഹങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവരവരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും ആഗ്രഹിക്കും. നല്ല ആളുകൾ ഒരുപാട് പേര്. കോൺഗ്രസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയൊരു ടീം ഓഫ് ലീഡേഴ്സ് കോൺഗ്രസ്, ഭയങ്കര ടീം ഓഫ് ലീഡേഴ്സ് ആണ് കോൺഗ്രസ്. അതിൽ ഒരുപാട് പേര് ഒരുപാട് നേതൃസ്ഥാനം വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ. ഇപ്പം എൻ്റെ കൂടെ വളർന്നു വന്നതിൽ വളരെ ഞങ്ങൾ 3-4 പേര് മാത്രമാണ് കയറി പോകുന്നത്. ഞാൻ വീണു, അങ്ങനെ ഞങ്ങളുടെ ജനറേഷനിൽ വളരെ കുറച്ച് പേര്. ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങളെക്കാൾ മിടുക്കരായിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോൾ കണ്ണ് നിറയും ചിലരെ കുറിച്ച്. ഞങ്ങളെക്കാളൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ആള് പറ്റിയില്ല, അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ഒരു സീറ്റ് പോലും മത്സരിക്കാൻ കിട്ടിയില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുക. അത് എന്തൊരു ഭാഗ്യവാനാണ് ഞാൻ. അപ്പം എപ്പോഴും മുകളിലേക്ക് മാത്രം നോക്കിയാൽ പോരാ, താഴെ കൂടി നോക്കണം. ഈ അവസരം പോലും കിട്ടാത്ത എത്രയോ പാവങ്ങൾ, നമ്മളെക്കാൾ കഴിവുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എത്രയോ പേര് ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുണ്ടായിട്ടുള്ള. എനിക്ക് അവരെയൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ കാണുമ്പോൾ സങ്കടം വരും.
കോൺഗ്രസിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ആകെയുള്ളൊരു CPM ഭയങ്കര ഇറക്കി വിടുകയാണ് ഇങ്ങനെ. ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ചാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നടപ്പാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജില്ലകളൊക്കെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഞങ്ങളെ നോക്കുന്നു. ഞങ്ങൾ രാവിലേക്ക് വിളിക്കുന്നത് അസസ് നല്ല തീർച്ചയായിട്ടും ഈ ഐക്യം അവരെ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.